അസ്സലാമു ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നിങ്ങളിൽ പലരും ഇടക്കൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ കഴഞ്ചിക്കുരു കഴിക്കുന്നുണ്ട്, അത് ഓവുലേഷൻ സമയത്ത് കഴിക്കാമോ എന്ന്. എന്തിനാണ് കഴഞ്ചിക്കുരു കഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയും, എനിക്ക് PCOD ഉണ്ട്, പീരിയഡ് കറക്റ്റ് അല്ല, അത് ശരിയാക്കാൻ വേണ്ടിയാണ് കഴിക്കുന്നത്. എത്ര വർഷമായി നിങ്ങളെ വിവാഹം കഴിഞ്ഞിട്ട് എന്ന് ചോദിക്കുമ്പോൾ 4, 5, 7 ഇങ്ങനെ പലതുമായിരിക്കും പലരുടെയും മറുപടികൾ. അതായത് വിവാഹം കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങളായി, ഗർഭധാരണം നടന്നിട്ടില്ല. അപ്പോൾ ഒരു ഡോക്ടറെ അടുത്തുപോയി PCOD ആണ് കാരണമെന്ന് മനസ്സിലാക്കി കുറെ ട്രീറ്റ്മെന്റ് ചെയ്തു നോക്കി, ഇപ്പോഴും പീരിയഡ് റെഡി ആയിട്ടില്ല, PCOD കൺട്രോൾ ആയിട്ടില്ല. അപ്പോഴാണ് ഈ ചാനലിൽ കഴഞ്ചിക്കുരു കഴിക്കാൻ പറഞ്ഞത് കണ്ടത്, അല്ലെങ്കിൽ കറുവാപ്പട്ട വെള്ളം കുടിക്കാൻ പറഞ്ഞത് കണ്ടത്. അത് ചെയ്യാൻ പോവുകയാണ്. കഴഞ്ചിക്കുരു വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഒരു വലിയ സംശയം പൊട്ടി വന്നത്, ഓവുലേഷൻ സമയത്ത് ഇത് കുടിക്കാൻ പറ്റുമോ? ഇത് ഒരാളുടെ മാത്രം ചോദ്യമോ സംശയമോ അല്ല, നിങ്ങളിൽ ഒരുപാട് പേരുടെ ചോദ്യം തന്നെയാണിത്. ഇനി ഈ വീഡിയോ മുഴുവൻ കേട്ടാലും ഇതിന്റെ താഴെ ഉണ്ടാകും, എന്നാൽ ഇംപ്ലാന്റേഷൻ സമയത്ത് കുടിക്കാമോ എന്ന്. ഇങ്ങനെയുള്ള ആളുകൾക്ക് PCOD എന്താണ് എന്നും അറിയില്ല, ഓവുലേഷൻ എന്താണ് എന്നും അറിയില്ല. 5 കൊല്ലമായി PCOD ഉള്ള ഒരാൾക്ക് ഓവുലേഷൻ നടക്കാത്തത് കൊണ്ടാണ് അവർ ഗർഭിണിയാവാത്തത് എന്നത് അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഈ PCODയെ ഇല്ലാതാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അത് ഓവുലേഷൻ സമയത്ത് പറ്റുമോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഒരു സ്ത്രീയുടെ ഓവറികളിൽ ഉണ്ടാകുന്ന അണ്ഡങ്ങൾ അവളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ കാരണമായി ആ അണ്ഡങ്ങൾ പൂർണ്ണ വളർച്ചയെത്താതെ വെള്ളം നിറഞ്ഞ കുമിളകളായി അല്ലെങ്കിൽ സിസ്റ്റുകളായി ഓവറികളിൽ തന്നെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അഥവാ PCOD എന്ന് പറയുന്നത്. അണ്ഡങ്ങൾക്ക് പുറത്തേക്ക് തന്നെ വരാൻ കഴിയാത്ത അവസ്ഥ അഥവാ അണ്ഡവിസർജനം അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കാത്ത വരുന്ന അവസ്ഥ. അപ്പോൾ ചിലർക്ക് ഒരു സംശയം ഉണ്ടാകും, PCOD ഉള്ളവർ ഗർഭിണിയായി എന്ന് പറയുന്നുണ്ടല്ലോ. അതിന് കാരണം ഏതൊരു അസുഖത്തെ പോലെയും കൂടിയ രൂപവും കുറഞ്ഞ രൂപവും ഇതിനുണ്ട്. ആരോഗ്യപരമായി മെച്ചപ്പെട്ട ഒരു അണ്ഡം ഉണ്ടായി വന്നാൽ PCODക്കെതിരെ നിങ്ങൾ ടിപ്സുകളും മറ്റും ഒക്കെ ചെയ്യുമ്പോൾ ആ അണ്ഡം റിലീസ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ PCOD കുറച്ച് കൺട്രോൾ ആവുമ്പോൾ അണ്ഡം പൊട്ടുകയും അത് ഗർഭധാരണത്തിലേക്ക് നയിക്കുകയും ചെയ്യും. എന്ന് മാത്രമല്ല, ഒരു സ്ത്രീക്ക് 2 ഓവറികളാണ് സാധാരണയായിട്ട് ഉള്ളത്. അതിൽ ഒന്നിൽ PCOD ഉള്ളപ്പോഴും മറ്റേ ഓവറി അണ്ഡം റിലീസ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ ഓവറി സിസ്റ്റുകൾ ഉള്ളവർ അത് ലാപ്രോസ്കോപ്പി വഴി നശിപ്പിച്ചവരിലും അണ്ഡം റിലീസ് ആവാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഇങ്ങനെ PCOD അല്പം കൺട്രോൾ ആയാൽ തന്നെ ഗർഭധാരണം നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് PCOD കാരണം അമിത ഭാരമുള്ളവർ ഒരു 10 കിലോ കുറച്ചാലും അത് ഗർഭസാധ്യത കൂട്ടുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് PCOD എന്നാൽ നിങ്ങളിലെ ഓവുലേഷൻ നടക്കാതിരിക്കാനുള്ള ഒരു കാരണമാണെന്ന് മനസ്സിലായല്ലോ. അതായത് PCOD ഉള്ള ഒരാൾ അത് മാറ്റാൻ വേണ്ടി കഴഞ്ചിക്കുരു കുടിക്കാൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ മറ്റ് ടിപ്സുകൾ ചെയ്യാൻ തീരുമാനിച്ചാൽ ഓവുലേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ട ഒരാവശ്യവുമില്ല. അല്ലെങ്കിലും 5, 6 കൊല്ലം PCOD ഉണ്ടായിട്ട് ഗർഭിണിയാവാത്തവർ ഓവുലേഷൻ നടക്കുന്നതിനെ കുറിച്ചോ ഇംപ്ലാന്റേഷൻ നടക്കുന്നതിനെ കുറിച്ചോ ആശങ്കപ്പെടേണ്ട വല്ല കാര്യവുമുണ്ടോ? അങ്ങനെ ആശങ്കപ്പെടുന്നു എങ്കിൽ അതിന്റെ കാരണം അവർക്ക് PCOD എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല, ഓവുലേഷൻ എന്താണ് എന്നറിയില്ല, ഇംപ്ലാന്റേഷൻ എന്താണ് എന്നറിയില്ല. അവർ ഗർഭിണിയാകാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇരുന്ന് ഓരോന്നോരോന്നായി കാണുക എന്നതാണ്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ വൈകാതെ തന്നെ ഗർഭിണിയാകും. അങ്ങനെ ചെയ്ത് ഗർഭിണിയായി എന്ന് ഇന്നും ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഞാനിരുന്ന് ഓരോ വീഡിയോയും കണ്ടു. അതിൽ ഒരു വീഡിയോയിൽ നിന്ന് എൻ്റെ പ്രശ്നം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായി. അതിനു വേണ്ട പരിഹാരങ്ങൾ ഞാൻ ചെയ്തു. അപ്പോൾ ഞാൻ ഗർഭിണിയായി. വെറുതെ പറയുകയല്ല, ഇന്ന് വന്ന മെസ്സേജാണ്. കാര്യങ്ങൾ ശരിക്കും പഠിക്കാത്തതാണ് പലരുടെയും പ്രശ്നം. ഒരു വീഡിയോ ഇട്ടാൽ അത് മുഴുവനും കേൾക്കാൻ നിൽക്കില്ല. അതാണ് ഏറെ പേരുടെയും പ്രശ്നം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഓവുലേഷൻ നടക്കാതിരിക്കാൻ, അതായത് അണ്ഡം പൊട്ടാതിരിക്കാനുള്ള ഒരു കാരണമാണ് PCOD. ഇതുപോലെ വേറെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഓവുലേഷൻ നടക്കാതിരിക്കും, അതും കൂടി ഒന്ന് നമുക്ക് നോക്കാം. ഓവുലേഷൻ നടക്കാതിരിക്കാനുള്ള മറ്റൊരു കാരണമാണ് സ്ത്രീകളിലെ പ്രൊലാക്റ്റിൻ ഹോർമോൺ വർദ്ധിക്കുന്നത്. സ്ത്രീകളിലും പുരുഷന്മാരിലുമുള്ള ഒരു ഹോർമോണാണ് പ്രൊലാക്റ്റിൻ ഹോർമോൺ. ഇത് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. സ്ത്രീകളിൽ ബ്രസ്റ്റുകൾ വലുതാകുന്നതും മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഹോർമോണാണിത്. പല കാരണങ്ങൾ കൊണ്ടും പ്രൊലാക്റ്റിൻ ഹോർമോണിന്റെ അളവ് സ്ത്രീകളിൽ കൂടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ PCOD ഉള്ളവരിലെ ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം ഇത് കൂടാം. അതുപോലെ മാനസിക സമ്മർദ്ദങ്ങൾ, ടെൻഷന് കാരണം കൂടാം. തൈറോയിഡ് പ്രശ്നമുള്ളവർക്ക് പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടാനുള്ള സാധ്യതയുണ്ട്. പ്രൊലാക്റ്റിൻ കൂടിയ അവസ്ഥയിലാണ് സ്ത്രീകളിൽ മുലപ്പാൽ ഉണ്ടാകുന്നത്. ഗർഭിണിയാവാത്ത ഒരു സ്ത്രീയുടെ സ്തനങ്ങളിൽ നിന്നും പാല് പോലെ വരുന്നുണ്ട് എങ്കിൽ അവരിൽ പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടുതലാണ്. അതുപോലെ ആർത്തവം ക്രമം തെറ്റുകയോ വരാതിരിക്കുകയോ ചെയ്യുമ്പോഴും പ്രൊലാക്റ്റിൻ ഹോർമോൺ നിർബന്ധമായും ചെക്ക് ചെയ്യുക.
പ്രൊലാക്റ്റിൻ കൂടിയാൽ ഓവുലേഷൻ തന്നെ നടക്കാതെ വരുന്നു. ഗർഭധാരണം വൈകാനും ഇത് കാരണമാകുന്നു. എപ്പോഴും ടെൻഷൻ അടിക്കുന്നവരും സങ്കടപ്പെടുന്നവരും ഓർക്കുക, പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങളിൽ. പ്രൊലാക്റ്റിൻ ഹോർമോൺ കുറക്കാനുള്ള ടിപ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. ഓവുലേഷൻ നടക്കാതിരിക്കാനുള്ള മൂന്നാമത്തെ കാരണമാണ് പ്രീ മെനോപാസ്, അതായത് പ്രീമാച്ചുർ ഒവേറിയൻ ഫെയിലിയർ എന്ന് പറയും. സാധാരണ ആർത്തവ വിരാമം പ്രായം കൂടിയ സ്ത്രീകളിലാണ് ഉണ്ടാകുക, ഒരു 40-45 വയസ്സിനൊക്കെ ശേഷം. എന്നാൽ ചില സ്ത്രീകളിൽ നേരത്തെ അവരുടെ ഓവറികൾ പ്രവർത്തനം കുറഞ്ഞു വരുന്നു. ഇതാണ് പ്രീ മെനോപാസ് എന്ന് പറയുന്നത്. ക്രമം തെറ്റിയിട്ടുള്ള ആർത്തവം, ബ്ലീഡിംഗ് പതിവിലും കൂടിയോ കുറഞ്ഞോ കാണുക, വജൈന ഡ്രൈ ആവുക, പെട്ടെന്ന് ദേഷ്യം, സങ്കടം, വിഷാദം, ഇങ്ങനെയുള്ള മാനസികാവസ്ഥയിലെത്തുക, അതുപോലെ ശരീരം ചൂട് കൂടുക, വിയർക്കുക, ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഈ കാരണം കൊണ്ടും ഓവുലേഷൻ നടക്കാതെ വരുന്നു. നാലാമത്തെ പ്രശ്നമാണ് സ്ട്രെസ്, ടെൻഷൻ പോലെയുള്ള മാനസിക സംഘർഷങ്ങൾ. ഇത് വന്ധ്യതയ്ക്ക് ഒരു പ്രധാന കാരണമാണ് എന്ന് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞ കാര്യമാണ്. സ്ട്രെസ്സും അതുപോലെ ടെൻഷനും ഒക്കെ സ്ത്രീകളിൽ ഇത് ഹോർമോൺ ക്രമക്കേടുകൾ ഉണ്ടാക്കും, ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടാക്കും. സ്ട്രെസ് കാരണം അനോവുലേഷൻ, അതായത് ഓവുലേഷൻ നടക്കാത്ത അവസ്ഥ ഉണ്ടാക്കും. ഉറക്കക്കുറവും ക്രമം തെറ്റിയ ഉറക്കശീലവും ഉണ്ടാക്കുന്ന ഹോർമോണുകൾ സ്ട്രെസ്സിന് കാരണമാണ്. ഇത് ഓവുലേഷനെയും ആർത്തവ ചക്രത്തെയും ബാധിക്കും. അമിതമായി സ്ട്രെസ് ഉള്ളവരിലെ യൂട്രസും ഓവറികളും ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയുമുണ്ട്. അതുകൊണ്ട് മനസ്സിനുണ്ടാകുന്ന എല്ലാത്തരം പിരിമുറുക്കങ്ങളും ഒഴിവാക്കണം. ഇത് പറയുമ്പോൾ അധിക പേരും പറയുക, ഓരോന്ന് കാണുമ്പോൾ പിന്നെയും ടെൻഷനായി പോകുന്നതാണ് എന്ന്. അതാവാതിരിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അഞ്ചാമതായി നിങ്ങളുടെ ശരീരഭാരമാണ് ഓവുലേഷൻ നടക്കാതിരിക്കാനുള്ള മറ്റൊരു പ്രധാന കാരണം. ഭാരം കൂടുന്നത് പോലെ തന്നെ വളരെയധികം ഭാരം കുറയുന്നതും ഓവുലേഷനെ ബാധിക്കും. മാറിയ ജീവിതശൈലിയും ഭക്ഷണ രീതികളും മാനസിക സമ്മർദ്ദവും ഒക്കെ തന്നെയാണ് കാരണം. ഭക്ഷണത്തിലെ ക്രമമില്ലായ്മയും ജങ്ക് ഫുഡും ഒഴിവാക്കുക. സമയത്തിന് ഭക്ഷണം കഴിക്കുക. സാവധാനം ചവച്ചരച്ച് മാത്രം കഴിക്കുക. പോഷകങ്ങൾ നിറഞ്ഞ ഭക്ഷണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും വേണം. നേരത്തെ ഉറങ്ങാതിരിക്കുന്നതും വ്യായാമമില്ലാതിരിക്കുന്നതും സ്ട്രെസ് മൂലം ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണുകളും അമിതവണ്ണം വരുത്തുന്ന വഴികളാണ്. ആറാമതായി ലോ AMH, അതായത് നിങ്ങളുടെ ഓവറികളിലെ അണ്ടം റിസർവിന്റെ കുറവ്. ഇത് നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ലോ AMH ആയിരിക്കുമ്പോഴും ഓവുലേഷൻ നടക്കാതെ വരുന്നു. ഈ പറഞ്ഞ 6 പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ നമ്മുടെ ചാനലിൽ പല വീഡിയോകളിലായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം അത് കൃത്യമായി പരിഹരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു പക്ഷേ 3-4 മാസങ്ങൾ വേണ്ടി വന്നേക്കാം. എന്നാൽ 5-6 കൊല്ലം കഴിഞ്ഞിട്ടും ഗർഭിണിയാവാതെ ഇരിക്കുമ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എന്തെങ്കിലും ടിപ്സുകൾ പറയുമ്പോൾ ഓവുലേഷൻ സമയത്ത് അത് കഴിക്കാൻ പറ്റുമോ, ഇംപ്ലാന്റേഷൻ സമയത്ത് അത് പറ്റുമോ എന്ന് ചോദിച്ചു കൊണ്ടിരുന്നാൽ വർഷങ്ങൾ ഇനിയും നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും എന്നോർക്കുക. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.